ആമുഖമായിട്ട് ഞാൻ ഇന്നലെ ശിവദാസന്റെ ഫേസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ മകന്റെ ഒരു പോസ്റ്റ് വരുമ്പോഴാണ് പല ആൾക്കാരും, ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും ഇവർ അറിയുന്നത്. പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിയർ ഓൾ, ദിസ് ഈസ് നിതിൻ, ശിവദാസൻ സൺ. മൈ ഫാദർ പാസ്ഡ് അവേ പീസ്ഫുള്ളി ടുഡേ, that is 14th August 2024 at 2:30 p.m. after 4-month phase of pancreatic adenocarcinoma. I am grateful that he did not suffer any pain through the period despite the type of illness. My mother and I were able to be there with him in this period, and he had a very peaceful passing. Post-diagnosis, he did not want to meet his friends and family as it was emotionally painful for him, as he is by nature a very loving person. As per his wishes, as a rationalist, there will not be any religious ceremony. His body will be displayed at his retirement home in Graceland Foundation in Arakunnam on the 15th August. That's at 3 p.m. He will be cremated at the നെട്ടൂർ ശാന്തിവനം അറ്റ് മരടു. ഇങ്ങനെയാണ് പോസ്റ്റ് കാണുന്നത്. വളരെ ലളിതമാണ് പറയുന്നത്. അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് രോഗം തീക്ഷ്ണമായൊരു 4 മാസം ഉണ്ടായിരുന്നു. ഈ 4 മാസ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊന്നും കാണേണ്ടതില്ല. കാരണം ഈ ഒരു സാഹചര്യത്തുമായിട്ട് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹനിർഭരമായ ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യന് വേദനാജനകമായിരുന്നു എന്നതുകൊണ്ട് അത് വേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു അദ്ദേഹത്തിയത്. മരണസമയത്ത് അമ്മയും മകൻ നിതിനും അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെ ദഹിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ അനൗൺസ്മെന്റ് ആണ് ഇത്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഒരു വലിയ ഷോക്കിംഗ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ദീർഘകാലത്തെ ബന്ധം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വളരെ തീക്ഷ്ണമായൊരു ബന്ധം പരിചയപ്പെട്ട കാലം മുതൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഫിൻലൻഡിലേക്ക് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോകവ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പോലും, അത് CNN-ലും BBC-ലും വാൾസ്ട്രീറ്റ് ജേർണലിലും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ മലയാളം മീഡിയയിൽ ഇത് വളരെ ബോധപൂർവം ഇതേക്കുറിച്ച് യാതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യാതെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തത്, അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് ഈ PV ശിവദാസനാണ്. അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനും മകനും കൂടി ഫിൻലൻഡിൽ വരുന്നുണ്ട്, താങ്കളെ കാണാൻ പറ്റുമോ? ആരാണ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഗ്രാഹ്യമില്ല. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ റെഫറൻസ് AC ജോർജിന്റെ ഒക്കെ പേരുകളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായി തന്നെ ആളെ മനസ്സിലായി. അദ്ദേഹം യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഞാനുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തണം, റെക്കോർഡ് ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള പരിചയമുണ്ടോ? എൻ്റെ മകൻ കൂടെയുണ്ട്, മകനാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഹി നോസ് ഇറ്റ്. അപ്പോൾ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമായിട്ട് അദ്ദേഹം വരുന്നു. ഞങ്ങൾ ടൗണിൽ വെച്ച് ആദ്യം മീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് കുറേ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വരുന്നു. ദീർഘമായൊരു സമയം അദ്ദേഹം എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അത് 3 ഭാഗങ്ങളായിട്ട് പിന്നീട് ഈ യുക്തിവാദ പഠന കേന്ദ്രം അത് പബ്ലിഷ് ചെയ്തു. 3 CD ആയിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഒരുപാട് പേര് ഇൻ്റർനെറ്റിലൊക്കെ കണ്ട ഒരു സംഗതിയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് ഈ പ്രശ്നം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും അത് വളരെ സുവ്യക്തമായ ഭാഷയിൽ കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടാക്കുന്നതും എനിക്ക് അതുവരെ യാതൊരു പരിചയവുമില്ലാതിരുന്ന ശിവദാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അത് എനിക്കൊരു വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് കണ്ടത്. അദ്ദേഹം കാണിച്ച ഒരു ഇനിഷ്യേറ്റീവ്, അദ്ദേഹം US പോകുന്ന വഴിക്ക് ഫ്രാങ്ക്ഫർട്ടിലൊരു സ്റ്റോപ്പ് ഓവർ എടുത്ത് അവിടെ നിന്ന് ഫിൻലൻഡിൽ എന്നെ കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവൻച്വലി ഞങ്ങൾ പല കാര്യങ്ങളുമായിട്ട് അടുത്ത് ചർച്ച ചെയ്യാനും പലപ്പോഴും പല കാര്യങ്ങളും ദീർഘമായി തന്നെ ചർച്ച ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. പലതവണ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമായിരുന്നു, ശിവദാസനെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ ഈ മീറ്റിങ്ങുകളിലൊന്നും കാണുന്നില്ല. യുക്തിവാദ പഠന കേന്ദ്രം പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അവർ ധാരാളമായിട്ട് ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. അവിടെ ഒന്നും ഈ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുള്ള ഒരു സജീവ സാന്നിധ്യം അവസാന കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എൻ്റെ ഓർമ്മ. പിന്നീട് ഓർക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി എനിക്ക് നോക്കുമ്പോൾ എവിടെയോ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം കണ്ടിരുന്നു. പക്ഷെ അത് അന്വേഷിക്കാൻ മുതിർന്നില്ല എന്നതാണ് നേരെ. പക്ഷെ അതിങ്ങനെ ഒരു രോഗാതുരമായ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിരുന്നതെന്നും
അത് ഇപ്പോൾ അദ്ദേഹത്തെ ബാധിച്ചിരുന്ന ക്യാൻസർ ഏതാണ്ട് 12% മാത്രം സർവൈവൽ സാധ്യതയുള്ള ഒരു ക്യാൻസറാണത്. അപ്പോൾ അത് കൃത്യമായി മരണം മുന്നിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ വളരെ സമചിത്തതയോടുകൂടി നേരിടുന്ന ഒരു മനുഷ്യൻ, അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ മറ്റാരുമായും പങ്കുവെക്കാതെ അദ്ദേഹം അത് സ്വയം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സ്നേഹവും മാത്രം കൊടുക്കണം എന്നൊരു മനസ്ഥിതിയോടുകൂടി അതിനെ അതിജീവിക്കുകയും ആ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനെ അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഒരു നല്ല യുക്തിവാദിയെ കാണാൻ പറ്റും. അദ്ദേഹത്തെ അനുസ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ യോഗ്യനായ ആൾ ഞാനല്ല. അത് തുറന്നു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയാവുന്ന ജോർജ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ സുധീഷ് ഉണ്ട്, അങ്ങനെ അതുപോലെ തന്നെ KP ഉണ്ട്. അവരൊക്കെ ആണ് സംസാരിക്കേണ്ടത്. ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മണിക്കൊരു പക്ഷെ പറയാനുണ്ടാവും പല കാര്യങ്ങളും. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ജോർജിനെ ക്ഷണിക്കുകയാണ് വിശദമായി അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കാനും സംസാരിക്കാനുമായിട്ട്. വളരെ അവിചാരിതമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അനുസ്മരണം കൂടേണ്ട സാഹചര്യം ഉണ്ടായത്. അതിൽ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ പ്രയാസപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അതോടെ വിടുന്നു. 2012 യുക്തിവാദ പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. എറണാകുളം കേന്ദ്രമായിട്ട് കുറച്ച് മുൻപുള്ള ഇന്ത്യൻ യുക്തിവാദ സംഘത്തിന്റെ കുറച്ച് പ്രവർത്തകരും പുറമേ നിന്നുള്ള 1-2 പേരും ഉൾപ്പെടെ ഒരു ചുരുക്കം 6-8 പേരോ 7 പേരോ കൂടുന്ന ഒരു ആളുകളാണ് ആദ്യം ഈ യുക്തിവാദ പഠന കേന്ദ്രം തുടങ്ങുന്നത്. അത് നമ്മൾ മുമ്പ് യുക്തിവാദികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആളുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, പ്രചരിപ്പിക്കുക, സ്വകുടുംബത്തിൽ അത് പ്രാപ്തമാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് ആ സംഘടന നമ്മൾ തുടങ്ങുന്നത്. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ആയിരിക്കണം ഈ ശിവ സാർ നമ്മുടെ പരിപാടികൾക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യമായ രീതിയിൽ നമുക്ക് സഹായകരമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അദ്ദേഹം യുക്തിവാദി മാത്രമായിരുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ അവസാന സമയത്ത് ഈ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവരോടെ ഉണ്ട്. അതുപോലെ മൈത്രി സന്നദ്ധ സംഘടനയിലുണ്ടായിരുന്നു. അമൃതനാഥ് ടിവിയുടെ ഒരു പാനലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. കൂടെ ഇന്നലെ മാതൃഭൂമി പേപ്പറിൽ വന്ന ഈ ഇത്രയും വിഷയങ്ങൾ കൊടുത്തതിന് കൂട്ടത്തിലാണ് യുക്തിവാദ പഠന കേന്ദ്രം സജീവ അംഗം പ്രവർത്തകൻ എന്ന് തന്നെയായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയായിരുന്നു, തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് അദ്ദേഹം നമുക്ക് വേണ്ട എന്താ പറയുക, ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ നൽകുന്നതോടൊപ്പം തന്നെ ഇപ്പൊ സനിൽ സാർ ആദ്യം പറഞ്ഞ പോലെ ഒരു 2016 അദ്ദേഹം ഈ വിഷയം ഇപ്പോൾ ഇടയ്ക്ക് അവിടെ മകന്റെ അടുത്ത് പോകുന്നുണ്ട്. സനിൽ സാറിനെ ഒന്ന് കണ്ടാലോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സനിൽ സാറിന് നല്ല പരിചയമുള്ള ആളാണ്. ബാബു GS, ഞാൻ, അഡ്വക്കേറ്റ് ഗോപകുമാർ, ഷാജി PR, MP മണി, സുധീഷ്, KP ജോർജ്, അങ്ങനെ അനേകം ആളുകൾ. ഇവരെല്ലാവർക്കും നല്ല ഷാൻഡി ശിവൻ, ഞാൻ ഒത്തിരി പേർക്ക് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അത് കാണട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ ഒരു ഇന്റർവ്യൂ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ബാബുവാണ് ചോദിച്ചത്. എന്നാൽ ചെയ്യാം എന്ന് പറയുകയും ഞങ്ങളുടെ കൂടി അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം അവിടെ വരികയും സൻസാറിനെ കണ്ട് പറ്റാവുന്ന ഒരു സോഴ്സ് വെച്ചിട്ട്, കാരണം അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തത്, ഈ നിതിൻ. അപ്പൊ ആ പരിമിതമായ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും നമ്മളത് 2017 മെയ്യിൽ നടന്ന ചാർവാകത്തിനകത്ത് നമ്മൾ ആ വീഡിയോ ഇടുകയും അവിടെ വന്നിരുന്ന 500-600 പേരിലധികം വരുന്ന ആളുകൾ അത് കാണുകയും അഭിപ്രായം പറയുകയും ചെയ്തതാണ്. ആ വീഡിയോ അതിനകത്ത് ഇടുകയും നമ്മളുടെ തന്നെ ഒരു മാസിക, അതിനകത്ത് നമ്മൾ യുക്തി എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. 2017 മെയ് മാസത്തെ ഫ്രണ്ട് പേജിൽ ഈ പടം വെച്ചിട്ടാണ്. അതിനകത്ത് ഇങ്ങനെയായിരുന്നു ടൈറ്റില്, പാലായനത്തിന്റെ 5 വർഷങ്ങൾ സല്ലിഡറുമായി ഇന്റർവ്യൂ, അങ്ങനെയായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പൊ പാലായനത്തിന്റെ 5 വർഷങ്ങൾ അതിനകത്ത് വിവരിച്ചു. അന്നേരം അദ്ദേഹം പോയിട്ട് 5 വർഷമായി, 2012 മുതൽ 17 ആയപ്പോൾ 5 വർഷമായിരുന്നു. അപ്പൊ അതാണ് 5 വർഷം എന്നുള്ളൊരു അതിനകത്ത് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അത് കണ്ട ഇപ്പൊ സൻസാർ ആദ്യം പറഞ്ഞ പോലെ അനേകം ആളുകൾ കാണുകയും അഭിപ്രായം പറയുകയും ഒരു മുഖ്യ
ധാരാ മാധ്യമങ്ങളിൽ ചർച്ച വരികയും ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അതിന് ഒരു കാരണമായി തീർന്നത് ശിവദാസ് സാറാണ്. യുക്തിവാദ പഠന കേന്ദ്രമാണെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ നന്ദിയും സന്തോഷമുണ്ട്. അതങ്ങനെ പ്രവർത്തിച്ചു പോലും നമ്മൾ എല്ലാ വർഷവും ചാർവാകം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ സജീവമായ പങ്കാളിത്തം. ഒരു പ്രാവശ്യം ചാർവാകത്തിനകത്ത് ഇദ്ദേഹം മോഡറേറ്റർ ആയിട്ടുള്ള ഒരു സെമിനാർ തന്നെ നമ്മൾ സംഘടിപ്പിച്ചു. വളരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ പങ്കെടുത്തുകൊണ്ട്, അത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ അത് മോഡറേറ്റ് ചെയ്യാനുള്ള സന്ദർഭം പോലും ഞങ്ങൾ അദ്ദേഹത്തിനാണ് കൊടുത്തത്. ഇതിന്റെ കഴിവുകൾ മനസ്സിലാക്കി നമ്മൾ കൊടുത്താണ്. ഈ കുട്ടികൾക്ക് നമ്മൾ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകളിൽ അദ്ദേഹത്തിന് നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ സംഘടന മാത്രമല്ല, പുറത്തും അദ്ദേഹം കേരളത്തിലുടനീളം മറ്റുള്ള സമാനമായ സംഘടനകളുടെ പരിപാടികൾക്കും അദ്ദേഹം പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്നാലും ഒരു വർഷം മുന്നേ അദ്ദേഹത്തിന് ഈ അസുഖത്തിന് വന്നിട്ടുണ്ടാവണം. അപ്പൊ അദ്ദേഹം അന്ന് നമ്മളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ശാരീരികപരമായിട്ട് ചില വിഷമതകളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ, അദ്ദേഹം താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ എരിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആണ് താമസമുണ്ട്. ഒരു ഗ്രോവർ നഗറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ വിഷമകരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ മുളന്തുരുത്തിക്ക് താമസം മാറുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സജീവമായിട്ട് മുഖ്യധാരയിൽ ഉണ്ടാവില്ല, പിന്നിലുണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതാണ് ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അദ്ദേഹം വരുന്നത്. നമ്മൾ പക്ഷെ ക്ലബ് ഹൗസിനകത്ത് അദ്ദേഹം പല സമയത്തും കേട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. എന്തായാലും അതിനുശേഷം അദ്ദേഹം അവിടെ വരുന്നു, അങ്ങോട്ട് പോകുന്നു. നമ്മൾ പിന്നെ നമ്മുടെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആരെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടോ ഒഴിവാക്കിയിട്ടൊന്നും, എല്ലാവരെയും അഭിപ്രായങ്ങൾ മേടിക്കുന്നു, പ്രോഗ്രാമുകൾ നടക്കുന്നു, ഇപ്പോഴും സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതേ ഇപ്പൊ ഈ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്ന ഞാനത് കണ്ടില്ലായിരുന്നു. എന്നെ മുൻ ചെയർമാനായ ബൗജീസ് ആണ് വിളിച്ച് മെട്രോ ഫിലിം സിറ്റിയുടെ പോസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു ശിവദാസ് സാറ് മരണപ്പെട്ടതായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഷോക്കായി പോയി സത്യം പറഞ്ഞാൽ. അത് നമ്മൾ അറിഞ്ഞവരെല്ലാവരും ഷോക്കായിപ്പോ അങ്ങനെ പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് അറിയില്ലല്ലോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, കസിൻ സിസ്റ്ററാണ്. അവർ നമ്മുടെ പരിപാടിക്ക് മുഴുവൻ വരുന്ന ഒരു രാജേശ്വരി. ഞാൻ ആ മേഡത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ മേഡം പറഞ്ഞു, കേട്ടത് ശരിയാണ്, അദ്ദേഹം ഒരു 2:30 മണിയായപ്പോൾ മരിച്ചു. ഞാനത് ഷാൻഡി ശിവനും ഷിബു ഇരിക്കലും 2 പേർക്കും വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെയും, പക്ഷെ അവരത് കണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ജോർജിന്റെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ആ തിരക്കിനിടയ്ക്ക് തപ്പിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മേഡം, അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ അത് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് എനിക്ക് ലൊക്കേഷൻ മാപ്പും അദ്ദേഹം ആ മേഡം ഇട്ട് തരികയും ചെയ്തു. അപ്പൊ ഞാൻ നമ്മുടെ പ്രവർത്തകർ, ആക്റ്റീവായിട്ട് പ്രവർത്തകർ, ഇന്നത്തെ യുക്തിവാദ പഠന കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപകുമാർ, സെക്രട്ടറി MP മണി, പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന റസൽ ശാസ്ത്രി, KP ജോർജ്, ഷാൻഡി ശിവൻ, ഈ ബാബുജീസ്, മുൻ ചെയർമാൻ ബാബുജീസ്, ഇവരോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഒന്ന് പോകാം. അപ്പൊ രാവിലെ എന്തോ അന്ന് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അപ്പൊ കുറച്ച് തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്, എന്തെങ്കിലും പല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതല്ലേ. അപ്പൊ അവധി ഉണ്ടെങ്കിലും പുറമെ അല്ലാതെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ട് അങ്ങനെ ഒന്ന് പോയിട്ട് പോരാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ 8:30 മണിക്ക് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ അവിടെ ചെല്ലുകയാണ്. അപ്പൊ അന്വേഷിച്ച് ചെന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊരു ഓൾഡ് ഏജ് വില്ലയാണെന്നും അവിടെയാണെന്നും, അത് മുളന്തുരുത്തിക്ക് അടുത്തുള്ള ഒരു പങ്ങാരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണെന്നത് നമ്മൾ ചെന്നപ്പോഴാണ് അറിയുന്നത്. നല്ലൊരു സൗകര്യമുള്ള, നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷം അവിടെ മൊത്തം ഉള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇതിന് ഒരു പ്രാവശ്യം നമ്മുടെ പരിപാടിക്കകത്ത്, ഈ പഠനം നടത്തിയ പരിപാടിക്കകത്ത് അവിടെ അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലാണല്ലോ, നാസയിലെ സയന്റിസ്റ്റ് ആണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു പരിപാടിക്കകത്ത് നമ്മുടെ പരിപാടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ചെറിയൊരു ഓർമ്മ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നിതിനെ കണ്ടു. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിതിൻ മാത്രമല്ല, വേറെ കുറച്ച് പേര്, ഈ ഫിലിം സൊസൈറ്റിയുടെ കുറച്ച് പേരുണ്ട്. ഞങ്ങള് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംസാരിച്ച കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് നിതിൻ, അയ്യോ യുക്തിവാദ പഠനത്തിന്റെ ആൾക്കാരാണല്ലേ, അച്ഛൻ എപ്പോഴും പറയുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ നിതിനോട് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് നിതിൻ പറയുന്നത്, നമ്മളിങ്ങനെ ഇന്ന സമയത്ത് അച്ഛന് ഇത്തരം അസുഖങ്ങളായിരുന്നു, അവസാന സമയമായപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രയാസം വന്നു. അപ്പൊ ഞാൻ അത് കാരണം വർക്ക് അറ്റ് ഹോം ആയിട്ട് എൻ്റെ സീനിയറുടെ പെർമിഷനോട് കൂടി ഇവിടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
അമ്മയാണ് കുറച്ചൊരു ഇത്തിരി ഓർമ്മക്കുറവും മാനസിക പ്രശ്നമുള്ള ഒരു ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് നമ്മൾ ചോദിച്ചു ഇനി എങ്ങനെയാ ഭാവി പരിപാടി, എങ്ങനെയാണ് മതപരമായിട്ട് വല്ലതും നടക്കോ, അത് നമ്മള് അച്ഛന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മതപരമായ ചടങ്ങുകളൊന്നും അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ ഉണ്ട്. നമ്മൾ കണ്ടിട്ട് ആദരാഞ്ജലി അർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് മാത്രം ചോദിച്ചിട്ട് പോരാന്നൊരു ധാരണ ചെല്ലുന്നത്. ഈ ഞങ്ങള് 6, 7, 8 പേരോളം. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. പാലക്കാടാണ് അച്ഛന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് വരുന്നവർ മുഴുവൻ ആചാരത്തിനകത്ത് മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒഴിവാക്കണം എന്നുണ്ട്. പക്ഷെ ഇവര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വീഴുമെന്നൊരു സംശയം നമുക്ക് തോന്നി. അപ്പൊ ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം മാറ്റിവെച്ചിട്ട് എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയും 12 മണിക്കാണ് അവര് വരാമെന്ന് പറഞ്ഞ് പാലക്കാട് ഉള്ള ആളുകൾ അവര് വന്ന് സമയം വരെ നമ്മൾ അവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ പ്രസിഡന്റിന് അവിടെ ആ ക്ലബിന്റെ ആ റെസിഡൻസ് അസോസിയേഷൻ ഒരു പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് അല്ല അതിന്റെ ഒരു സ്റ്റാഫ്, അയാളെ പോയി കണ്ടു, വിവരങ്ങൾ ചോദിച്ചു. അപ്പൊ ഇവർ ഇതുപോലെ നടത്തുന്ന ടീമാണ്. ഇപ്പൊ കോവിഡ് സമയത്ത് മരിച്ചിട്ടുണ്ട് പലരും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ മരട് ഈ പറയുന്ന ശാന്തിവനം എന്ന് പറയുന്ന പൊതുശ്മശാനത്തിലാണ് അത് അന്ന് കൊണ്ടുപോയി ശവം സംസ്കരിച്ചേർന്നത്. അന്ന് ശിവദാസ് സാറ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു ജനസമ്മതനായ ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി. അവിടെ നമ്മൾ നിൽക്കണം എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അവിടെ നിന്നു. കുറച്ചൊരു ഉച്ച ആയ സമയത്ത് ഇവര് പാലക്കാട് നിന്ന് കുറെ പേര് വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ മാലയുണ്ട്, കുറെ എന്താ പറയാ പൂജയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ പലതും അവരുടെ കയ്യിൽ കവറിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ നിതിനടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ഗോപകുമാർ, നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാൻ, ഞാനും ഉണ്ടായിരുന്നു, മറ്റു പലരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അവിടെ ഇങ്ങനെ മതപരമായ ഒരു കാര്യം സമ്മതിക്കില്ല എന്ന് അദ്ദേഹം നമ്മുടെ ബലത്തിലാണ് അദ്ദേഹം പറയുമായിരിക്കാം. പക്ഷെ നമ്മളിവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ധൈര്യമായിട്ട് പറയാൻ പറ്റി. അപ്പൊ ഇവർ വന്നപ്പോൾ പറഞ്ഞു അതെങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഇതിന്റെ അസോസിയേഷന്റെ മാനേജരായ ബാബു എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു, 2 പേര്. അപ്പൊ ഞങ്ങൾ പുറകെ ചെന്നു എന്താന്നുള്ളത്. അപ്പൊ അവര് പറയുന്നു ഒരു പട്ട് എങ്കിലും പുതപ്പിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് തരണം എന്നാണ് പുള്ളിയോട് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു. അന്ന് ഞങ്ങൾ അകത്ത് കയറിയിട്ട് പറഞ്ഞു. അപ്പൊ ഗോപൻ ആണ് അകത്ത് നിൽക്കുന്നത്, ഞാനുണ്ട്. അപ്പൊ ഗോപൻ പറഞ്ഞു മതപരമായ ഒരു കാര്യവും അറിയാത്ത ഒരാളായിരുന്നു ശിവദാസ് സാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ നമ്മൾ മതപരമായ ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ വലിച്ചഴക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്തായാലും നമ്മളെ സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന മാനിച്ചോ, അവരിലെ ഒരു അദ്ദേഹത്തിനോടുള്ള ആ മനസ്സുകൊണ്ടായിരിക്കാം, എന്തായാലും അവരതിന് തുനിഞ്ഞില്ല. നമ്മൾ അതിനുശേഷം അവിടെ നിന്ന് മൃതദേഹം ആംബുലൻസ് വന്നു, ആംബുലൻസിൽ കയറ്റി ഈ പറയുന്ന അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഈ പറയുന്ന മരട്. അവിടെ ചെല്ലുകയും അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നിയിരുന്നു, കാരണം അവിടെ ഈ ഒരു കാര്യം അറിയില്ലല്ലോ അവിടുത്തെ സംസ്കരിക്കുന്ന ആൾക്ക് അവിടുത്തെ കമ്മിറ്റിക്കാർക്ക്. അപ്പൊ അവരോട് നമ്മൾ വിളിച്ചു പറഞ്ഞു. അവിടെ റെൻഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകനും ഷിബു ഇരിക്കൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അവിടെ എന്തെങ്കിലും മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്തായാലും അവരവിടെ ഇത് കൊണ്ട് കിടത്തുന്ന സ്ഥലത്ത് ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെൻഷനും ഇവര് ഉൾപ്പെടെ ഉള്ളവര് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചു. അപ്പൊ അത് അവിടെ അങ്ങനത്തെ ഒരു ചടങ്ങ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അതില്ല. എന്തായാലും കൊണ്ടേക്ക് കിടത്തുകയും വേറെ ഈ പാലക്കാട് നിന്ന് വന്നവർ തിരിച്ചെത്താനുള്ള വണ്ടി ഓടിച്ചെത്താനുള്ള ഒരു സമയം കുറച്ച് നേരം അവിടെ വെക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനും ഗോപനും നമ്മളെ കൂടെ പോയ ആളുകൾ തന്നെയാണ് ഈ ബോഡി എടുത്ത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതിലേക്ക് വെക്കുന്നതും. തികച്ചും മതപരമായ ഒരു കാര്യങ്ങളും അനുഷ്ഠിക്കാതെ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആഗ്രഹം പോലെ തന്നെ നമുക്കത് ചെയ്യുവാൻ സാധിച്ചു. അതിന് ഞങ്ങള് എന്താ പറയാ നന്ദിയോടെ സ്മരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളെയാണ്. കാരണം ഭാര്യയും മകനും തിരിച്ച് ഒരു ഒബ്ജക്ഷൻ നമ്മളോടല്ല, അവർ പറഞ്ഞതിനകത്ത് ഒരു അനുകൂലമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു
ചെയ്യാൻ പറ്റുന്ന ഒരു കർത്തവ്യം നമുക്ക് നടത്താൻ പറ്റാണ്ട് വന്നേനെ. പണ്ട് സംസാറിന് അറിയാവുന്നതാണ് പ്രദീപൻ കിഴക്കമ്പലം. അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞ് അവിടെ ചെന്ന ഒരു അരമണിക്കൂർ താമസമായിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് തന്നെ SNDP-കാർ ആ ബോഡി കീഴടക്കി അവിടെ കൊടിവെക്കുകയും അവരുടെ ഭാര്യയുടെ ഭർത്താവിനോടോ നമുക്ക് പെർമിഷൻ ചോദിച്ചാൽ തന്നെ കിട്ടില്ല. അവരുടെ അത്ര ഒരു ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത്. കാരണം ഒന്ന് പാലക്കാട് നിന്ന് ഇവർ വന്നതുകൊണ്ട്, പാലക്കാടുകാരായതുകൊണ്ടും ചിലപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു എന്താ പറയുക, ആ ഒരു അവരോടുള്ള അഭിപ്രായം പറഞ്ഞതിനകത്ത് ഒരു വളരെ സപ്പോർട്ട് അവർക്ക് ഇല്ലാതെ പോയതൊക്കെ ആവാൻ കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതി തന്നെയാണ് ഏറ്റവും വലുതെന്ന് അവിടെയുള്ളവർ, ആ റെസിഡൻസ് അസോസിയേഷനിൽ, ആ അസോസിയേഷനിലുള്ളവർ പോലും കരുതിയതെ കൊണ്ടാവാം. അതിനകത്തൊരു ഒരു മറുത്തൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിൽ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ ഇതും ദയിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. എന്നാലും ഒരു മനുഷ്യസ്നേഹിയായ ഒരു നല്ല മനുഷ്യനെ കൂടി നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നന്ദി. താങ്ക് യു ജോർജ്. AC ജോർജ് പറഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് തോന്നുന്നത്, പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി മരണശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ വലിയ വേദന ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ആനക്കയം സെയ്ദ് മുഹമ്മദ്, അദ്ദേഹം ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതി അത് ഫ്രെയിം ചെയ്ത് വെക്കുകയും താഴെ ഒപ്പിടുകയും 3 മക്കളെ കൊണ്ട് അതിൻ്റെ താഴെ സാക്ഷികളായി എഴുതി ഒപ്പിടിപ്പിക്കുകയും അത് ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് റൂമിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് മൃതദേഹം മതപരമായ രീതിയിൽ അടക്കുന്ന ഒരു സംഭവം അടുത്ത കാലത്തുണ്ടായി. അങ്ങനെ പല ആൾക്കാരുടെയും കാര്യത്തിലുണ്ട്. യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ PV വേലായുധൻ പിള്ള, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്നിട്ട് ഏതാണ്ട് ബലപ്രയോഗത്തിലൂടെ തന്നെ അത് മതപരമായ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുർബലയായിട്ട് എതിർക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധിക്കാത്ത മട്ടിൽ അത് മൃതദേഹത്തെ തട്ടിയെടുക്കുക എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ അനാദരവാണ് കാണിക്കുന്നത് മരിച്ചുപോയ വ്യക്തിയോട്. ഏതായാലും അക്കാര്യത്തിൽ നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ഇത് ചെയ്യാൻ പറ്റിയത് വളരെ വലിയ കാര്യമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സാർത്ഥകമായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം പല കാര്യങ്ങൾ ആക്റ്റീവായിരുന്നു. അദ്ദേഹം ഒരു ഫിലിം സൊസൈറ്റിയിൽ ആക്റ്റീവായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ടെലിവിഷൻ സീരിയലിനകത്ത് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം പരമാവധി പൂർണ്ണമാക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഇനിയും പറയാൻ പറ്റുന്ന മറ്റൊരാൾ ഇവിടെ മീറ്റിങ്ങിൽ ഉള്ളത് ശ്രീ സുധീഷാണ്. അദ്ദേഹം സംസാരിക്കും. നമസ്കാരം. ഞാൻ ഖത്തറിലാണിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഓഡിബിൾ എത്രത്തോളം സംസാരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിൽ പോലും സാറിൻ്റെ ഒരു അനുസ്മരണത്തിൽ പങ്കെടുക്കേണ്ട ഒരു ബാധ്യത എനിക്ക് കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എത്ര സമയം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ ശ്രമിക്കാം. കൂടുതലൊന്നും പറയേണ്ടതില്ല. കാരണം AC ജോർജ് പഠനകേന്ദ്രത്തിൻ്റെ ഒരു പ്രവർത്തകനെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നിയ 1-2 ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി അത് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ്. കാരണം യുക്തിവാദ പഠനകേന്ദ്രം എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ അന്യോന്യം തീർച്ചയായിട്ടും എല്ലാ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്തും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഉപരി ഇത്തരം വിഷയങ്ങളിൽ AT കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നൊരു ഉപരി സംഘടന കൂടെ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ മരണാനന്തരം ഞങ്ങളുടെ ബോഡി ദാനം ചെയ്യാൻ വളരെ പരസ്യമായിട്ട് ഗവൺമെൻറ്റായിട്ട് ധാരണയെത്തി അത് ഞങ്ങളുടെയൊക്കെ വീടുകളിലും കയ്യിലൊക്കെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ യുക്തിവാദ പ്രവർത്തനം ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ, അതായത് കുടുംബകാര്യങ്ങൾ അന്യോന്യം അറിയാവുന്ന നമ്മളിപ്പോൾ പരാമർശന വിഷയമായ നമ്മുടെ ശിവദാസൻ സാറ്, എനിക്ക് തോന്നുന്നത് ഞാൻ യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കണം അദ്ദേഹം നിയമപരമായി എന്നെ അറിയിക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിന് ഇങ്ങനെ ചെറിയ ശാരീരിക കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമാണ് അന്ന് അദ്ദേഹം അറിയിച്ചത്. അതിൻ്റെ പേരിൽ പരമാവധി പരിപാടികൾ സാങ്കേതികമായി എനിക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളത് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുകയും അപ്പോഴും ഞങ്ങൾക്ക് ഈ അസുഖത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീട് പലപ്പോഴും ഞങ്ങളുടെ
നേരിട്ടുള്ള അന്വേഷണത്തിലാണ് വളരെ ചെറുതായിട്ട് മാത്രമേ അപ്പോഴും അറിയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ ശാസ്ത്രബോധമുള്ളവർ അന്യോന്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കാനും ആ രീതിയിൽ ഒരു ഒരു വെളിപ്പെടുത്തലും കൂടി ആകാമായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗം, ജലമായ ജീവിതം നമുക്ക് തിരിച്ചറിയാതെ പോയത് അതിൻ്റെ പേരിലാകാം. അപ്പോൾ നമ്മൾക്കും അതൊരു ഒരു ചിന്തയ്ക്ക് വഴി നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഞങ്ങളെല്ലാവരും ഒക്കെ തമ്മിൽ ഒരു കുടുംബം പോലെ അന്യോന്യം എല്ലാ കാര്യങ്ങളും തുറന്നും മനസ്സിലാക്കിയും പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ്. ഒന്നും മറച്ചു വയ്ക്കാനൊന്നും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിൽ ശാസ്ത്രബോധമുള്ള നമ്മൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും കൂടി നമുക്ക് 100% പങ്കുവയ്ക്കാനായില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയേണ്ടതായിരുന്നു. എങ്കിൽ പോലും വളരെ ബഹുമാനത്തോടെ ജോർജ് പറഞ്ഞ അദ്ദേഹം പഠനകേന്ദ്രത്തിന് വേണ്ടി ചെയ്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും ഇനി പകരം വയ്ക്കാൻ നമുക്ക് ആ രീതിയിൽ ഒരാളെ കണ്ടെത്താൻ കഴിയുകയില്ല. അത് യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ ഒരു വിടവാണ് അദ്ദേഹം നഷ്ടപ്പെട്ടതിലൂടെ നമുക്കുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിനും ഇത് വിളിച്ചു കൂട്ടിയ സനൽ സാറിനും പ്രത്യേകിച്ച് സ്നേഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സുധീഷ്. ഇനി ഒരുപക്ഷെ കെ പിക്കും ഒരുപാട് സ്മരണകൾ ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. കെ പി സംസാരിച്ചതിന് ശേഷം അൻവിനും കൂടി സംസാരിക്കണം. സനൽജി ഈ അനുസ്മരണം വെച്ചതിൽ ആദ്യം സനൽജിക്ക് ഒരു നന്ദി വാക്ക് പറയാണ്, എന്നിട്ട് ഞാൻ പറയാം. എനിക്ക് ശിവദാസൻ സാറിനെ കണ്ട നാൾ മുതൽ ഏതാണ്ട് ഇപ്പോൾ എസ് ജോർജ് പറഞ്ഞ അത്രയും നാളത്തെ ബന്ധം എനിക്ക് യുക്തിവാദ പഠന കേന്ദ്രമായിട്ടില്ല. ഞാൻ 2013 14 മറ്റാണ് പഠനേന്ദ്രമായിട്ട് സഹകരിക്കുന്നത്, പഠനേന്ദ്രത്തിൽ ചേരുന്നത്. ശിവദാസൻ സാറിനെ കണ്ട നാൾ മുതൽ നേരിട്ട് കാണുന്ന ദിവസങ്ങളിൽ പുള്ളി, അത് എൻ്റെയും ഒരു ശൈലിയാണ്, അദ്ദേഹം കൈ നീട്ടും, നമുക്ക് ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി കൈ നീട്ടും. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാനും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്, നമുക്ക് പരിചയമുള്ള. ഇപ്പം ഇന്നലെ കണ്ട വ്യക്തിത്വമാണെങ്കിൽ പോലും ഇന്ന് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൈ നീട്ടും, അറിയാതെ. അത്രയും സ്നേഹത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം. എപ്പോൾ എന്നെ കണ്ടാലും എവിടെ വെച്ച്, ഇപ്പോൾ നമ്മളൊരു പരിപാടിക്ക് പോയി ആദ്യമായിട്ട് ആ പരിപാടിക്ക് കാണുമ്പോൾ കൈ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഒന്ന് കുലുക്കിയിട്ട് എന്താ സുഖമാണോ, സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ സുഖം തന്നെ, സാറിന് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ പിന്നെ ആ പരിപാടി കഴിയുന്നവരെ ഞങ്ങളുണ്ടാവും. മിക്കവാറും പോകുമ്പോൾ കാറിന് ഞാൻ കൊണ്ടുപോയി ആക്കണോ, ബസ് സ്റ്റോപ്പിലേക്ക് ആക്കണോ എന്നൊക്കെ ചോദിച്ചാണ് പിരിയാറുള്ളത്. അപ്പം അതൊക്കെയാണ് എനിക്ക് ശിവദാസൻ സാറിൻ്റെ ഓർമ്മകളിൽ പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഒരു സാധാരണ ഒരു മരണ വീട്ടിൽ ഉള്ള പോലെ ശോകമുഖമായ ഒരു അന്തരീക്ഷം തളർന്നു കെട്ടി തന്നെ കിടക്കണമായിരുന്നു. എല്ലാവരും അയൽവക്കക്കാർ ധാരാളം ഇങ്ങനെ ഈ കോട്ടേജ് പോലെ ഇങ്ങനെ വില്ലകൾ ഉള്ള ഒരു സമുച്ചയമാണത്, വില്ലകളാണ് നിറയെ. വളരെ നല്ല അന്തരീക്ഷം, കാമൻ ക്വയറ്റ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് സാറ് ഇപ്പം ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് അവിടെ ആയിരുന്നാണ് നിതിൻ ഇന്നലെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ അസുഖമായിട്ടൊക്കെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് എ.സി. ജോർജും നമ്മളുടെ സംഘടനയിൽ നിന്നൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഏതായാലും സാറിൻ്റെ വേർപാടിൽ എല്ലാവരോടൊപ്പം തന്നെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അദ്ദേഹം ഇപ്പോൾ സുധീഷ് പറഞ്ഞ പോലെ ഒരു നികത്താൻ കഴിയാത്തൊരു വിടവായിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. നിർത്തുന്നു. താങ്ക് യു. ഞാൻ അൻവിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അൻവിൻ പ്ലീസ്. നമസ്കാരം. എല്ലാവരും ഈ ദൂരെ ഇരുന്നിട്ട് ഇതേപോലുള്ളൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയെങ്കിലും ഒരു അനുശോചനം രേഖപ്പെടുത്താനായിട്ട് പറ്റുന്നത് അതിലൊരു സന്തോഷമുണ്ട്. പക്ഷേ ഏറെ ദുഃഖമുള്ളൊരു വാർത്തയാണ് ശിവദാസൻ സാറിൻ്റെ വിയോഗം അതറിഞ്ഞപ്പോൾ തോന്നിയത്. കാരണം അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളതായിട്ടോ വ്യക്തിപരമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരാളില്ല എന്ന് അറിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ ഇപ്പം എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. യുക്തിവാദ പഠനകേന്ദ്രമായിട്ടുള്ള ബന്ധമാണ് എനിക്കും ഉള്ളത്. പക്ഷേ നമ്മൾക്ക് ഒരു സംഘടനാ സുഹൃത്ത് എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ, അതേപോലെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തിരിച്ച് എന്നോടും ഒരു ഇഷ്ടമുള്ളതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും തോന്നിക്കാണും. അതായത് അദ്ദേഹവുമായിട്ട് പരിചയമുള്ള മറ്റുള്ളവർക്കും ചിലപ്പോൾ
നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുള്ളി എന്ന് തോന്നത്തക്ക രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. വളരെ സൗമ്യനായിട്ട്, അതോടൊപ്പം നമ്മൾ കാണുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യുക്തിചിന്ത ജീവിതത്തിൽ പുലർത്തുന്ന ആൾ എന്നതിനപ്പുറം മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ഫിലിം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എനിക്ക് അറിയാവുന്നതാണ്. ആ ഫിലിം സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കളും എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തെ പറ്റിയിട്ട്. അപ്പോൾ പഠനകേന്ദ്രത്തിൻ്റെ ഈ ഒരു കോവിഡ് കാല സമയത്താണ് നമ്മൾ ഈ ക്ലബ് ഹൗസും അതുപോലുള്ള സോഷ്യൽ മീഡിയ പരിപാടികളൊക്കെ ആക്റ്റീവായത്. ആ സമയങ്ങളിലും അതുപോലെ യുക്തിവാദ പഠനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ ശിവദാസൻ സാറിനെ കുറച്ചുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, സർഗ്ഗശേഷിയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് കുറേ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് പലപ്പോഴും നമ്മളുടെ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ക്ലബ് ഹൗസിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പല പരിപാടികളൊക്കെ നമ്മൾ ചർച്ചകളിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് അദ്ദേഹം സംഘടനയിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കുന്ന കാര്യം അറിഞ്ഞത്. അതിൻ്റെ വ്യക്തമായിട്ടൊരു കാരണം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ സംഘടനയിൽപ്പെട്ട മറ്റുള്ളവർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കണം മിക്കവാറും. ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണാനന്തര സമയങ്ങളിൽ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇടപെടൽ നടത്താനായിട്ട് പ്രിയപ്പെട്ട ജോർജ് ചേട്ടനും മറ്റുള്ളവർക്കൊക്കെ സാധിച്ചതിൽ ഒരുപാട് തീർച്ചയായിട്ടും നമ്മളിത് വിസിബിളായിട്ട് കാണിക്കേണ്ടതാണ് ആളുകളെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് പ്രസംഗ പരിപാടികളിലും മാത്രം നമ്മളിപ്പോൾ പൊതുവെ കാണുന്ന പല പ്രഗത്ഭരായിട്ടുള്ള യുക്തിവാദികളെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തുന്ന ആശയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന പല പ്രമുഖരെയും നമുക്ക് കാണാനും അറിയാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിത് ഇത്തരം ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ആ ഒരു ആദർശം വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള ധീരരായിട്ടുള്ള ആളുകളുടെ ജീവിതം കുറച്ചുകൂടി നമുക്ക് തുറന്ന് കാണിക്കാനായിട്ട് പറ്റേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം തന്നെ മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളില്ലാതെ അത് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം പൂർത്തീകരണത്തിന് നമുക്ക് കൂടെ നിൽക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം. അദ്ദേഹത്തിന് സ്നേഹം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. താങ്ക് യു അൻവിൻ. ഇനി മണിമംഗലത്തൊന്ന് സംസാരിക്കുമോ? ഓക്കെ. സാറിന്റെ മരണം പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയാണ് അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കാണുമെന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിൽ നോക്കി, വാട്സാപ്പിൽ ഒന്നിലും ഞാൻ മെസ്സേജ് കണ്ടില്ല. പിന്നെ സംശയകാരണത്തിനായി ജോർജിനെ വിളിച്ചു. ജോർജിനെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ മരിച്ചു, അത് തീർത്ത് സത്യമാണ് എന്ന് പറഞ്ഞു. പുള്ളി ഈ ശിവദാസൻ സാറ് എൻ്റെ അയൽക്കാരനാണ്. ഈ തൃപ്പൂണിത്തുറ വടക്കേക്കോട്ടയാണ് താമസം, ഗ്രോവർ നഗറിൽ. 2 വർഷമായി, ഏതാണ്ട് 2 വർഷം പഠനകേന്ദ്രവുമായിട്ട് പുള്ളി സഹകരിക്കാതെ തന്നെ നിൽക്കുകയാണ്. പുള്ളി പറഞ്ഞിരുന്നു ഞാൻ വിട്ടു നിൽക്കുകയാണ്, ആരോഗ്യപരമായി ഞാൻ വീക്കാണ്, അതുകൊണ്ടാണ് എന്ന്. ഞാൻ പലപ്പോഴും പുള്ളിയെ കാണാൻ ശ്രമിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോഴെല്ലാം പറയുന്നത് ഞാൻ സഹോദരിയോടൊപ്പം മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്, ഇവിടെ അല്ല, അതുകൊണ്ട് മണി വരണ്ട എന്നാ പറയുന്നത്. എനിക്ക് പലപ്പോഴും വിഷമം തോന്നി. കാരണം ഇത്ര അടുത്തുണ്ടായിട്ട് പുള്ളി എന്തുകൊണ്ട് നിരാകരിക്കുന്നു കൂടിക്കാഴ്ച? ഞാൻ പഠനകേന്ദ്രത്തിലും പറയാറുണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒഴിഞ്ഞു മാറുന്ന സ്റ്റൈലാണല്ലോ സാർ കാണിക്കുന്നത്. എന്താണ് നമ്മൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? ആരുമായിട്ടും അങ്ങനെ വിരോധം ഇല്ലാതാനും. പക്ഷെ എന്ത് ചെയ്യാം? പക്ഷെ ഇന്നലെ വീട്ടിൽ ചെന്ന് മകനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് 4 വർഷമായി ഈ അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെയുള്ളത്, എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണത.
അത് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ആശ്വാസം തോന്നിയത്. ആ ലക്ഷണം കൊണ്ടാണ് പുള്ളി ഇതിൽ നിന്ന് ഒഴിഞ്ഞ് നിന്നതെന്നാണ് ഞാൻ അങ്ങനെ എന്റെ ആ വിഷമം മാറിയത്. ഇതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. ഇന്നലെ ജോർജ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു മണിമംഗലത്ത്. ഇനി റസൽ പറയും. അപ്പൊ ഇന്നലെ ഞാനും KP-യും അഡ്വക്കേറ്റ് ഗോപകുമാറും AC ജോർജങ്ങളും മണിയങ്കളും ബാബു ജോസും കൂടിയാണ് മറ്റേ കൈരളി സന്തോഷങ്ങളും കൂടിയാണ് അവിടം വരെ പോയത്. അപ്പൊ എന്ന് വെച്ചാൽ അവിടെ പോകുന്ന സമയം വരെ നമുക്ക് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരു ഒരു ഇതില്ല, ഒരു ധാരണ, ഒരു പിക്ചർ നമ്മുടെ മനസ്സിലില്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശിവദാസൻ സാറിന്റെ മകൻ നിതിനെ കാണുമ്പോഴാണ്, നിതിനാണ് പറയുന്നത് അങ്ങനെ ഇത്യോദ പഠനേന്ദ്രത്തിലെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യണം. അതായത് മരിക്കുന്നതിന് കുറച്ച് നാളുകൾ മുമ്പ് വരെ നിതിനോട് പറഞ്ഞിരുന്നു, പക്ഷെ നിതിന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. അതിനുശേഷം നിതിനാണ് പറഞ്ഞത് അച്ഛൻ ഇങ്ങനെയാണ് ആഗ്രഹം, അച്ഛന് ജാതിരഹിത മതരഹിതമായിട്ട് സംസ്കാര ചടങ്ങുകളെല്ലാം തികച്ചും ആചാരരഹിതമായിരിക്കണം, യാതൊരുവിധ മതാചാരങ്ങളുടെ യാതൊരുവിധ ഇതുകളും പാടില്ല, ചിഹ്നങ്ങളൊന്നും പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അച്ഛന് ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോഴാണ് നിതിനും നിതിന്റെ അമ്മയും, അതായത് ശിവദാസൻ സാറിന്റെ ഭാര്യയും ഇതിനെല്ലാത്തിനും അവരും ഇതുപോലെ തന്നെയാണ്, ഇതിനുവേണ്ടി തയ്യാറായിരിക്കുന്നുള്ളൊരു പിക്ചർ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അപ്പൊ നിതിൻ നമ്മളോട് ആവശ്യപ്പെട്ടൊരു സംഭവം വെച്ചാൽ നമുക്കൊരു പിന്തുണ വേണം എന്നുള്ളൊരു രീതിയിലാണ് നിതിൻ സംസാരിച്ചത്. അങ്ങനെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത് വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. യാതൊരുവിധ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ലാതെ നിതിനും നിതിന്റെ അമ്മയും തന്നെ എന്താ പറയാ അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് അവർക്ക് പിന്തുണയാകാനായിട്ട് നമുക്ക് ഇവിടുന്ന് പോയവർക്ക്, പഠനേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് പോയവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്കൊരു അഭിമാനകരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാല് അവർക്കൊരു അവസരോചിതമായിട്ട് അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ട് അവർക്ക് ആ ഫാമിലിക്ക് നമുക്കൊരു നമ്മുടേതായ രീതിയിലൊരു പിന്തുണ നൽകാൻ കഴിയും. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം തെരഞ്ഞെടുത്ത എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളിൽ ഞാൻ സൈക്കോളജിക്കൽ വിഷയങ്ങളിൽ അദ്ദേഹത്തെ 2-3 തവണ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഏത് വിഭാഗങ്ങളിൽ ചെന്നാലാണ് നമുക്ക് കൂടുതൽ സേവനങ്ങൾ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എനിക്കൊരു ഗൈഡ് ലൈൻസ് 3-4 തവണ വിളിച്ചപ്പോഴും യാതൊരുവിധ വൈമുഖ്യങ്ങളും ഇല്ലാതെ എന്നോട് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു, പേഴ്സണലിയും അദ്ദേഹം ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു റെസ്റ്റിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. പക്ഷെ രോഗവിവരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നോട്. അപ്പൊ എന്തായാലും മരണം സംഭവിച്ചു, അതെന്തായാലും ദുഃഖകരമാണ്. പക്ഷെ അദ്ദേഹം ഒരു മാതൃകയായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു റസൽ. ഈ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ സ്വജീവിതത്തിൽ നടപ്പിലാക്കണം എന്ന് കരുതുകയും അത് സ്വന്തം ജീവിതത്തിലും കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു കൂട്ടം ആദർശധീരരായ മനുഷ്യരാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അവരെയൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവര്. ഒരു മാതൃകയായിട്ടുള്ള കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ചാലകശക്തികളായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇവര്. ശിവദാസൻ ഒരു വളരെ ഡിറ്റർമിൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം കൊണ്ടാവണം ഈ രോഗം അറിയിക്കേണ്ട എന്ന് അങ്ങനെ തോന്നുന്ന പല ആൾക്കാരും ഉണ്ട്. അത് നമ്മൾ മാനിക്കുക, അത് നമ്മളതിനെ ആദരവോടുകൂടി തന്നെ കാണുക എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇനി കെ സതീശൻ സംസാരിക്കൂ. സാർ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ശിവദാസൻ സാറ് അടുത്തറിയാം, യുക്തിവാദി പഠന കേന്ദ്രത്തിലൂടെയാണ് അറിഞ്ഞത്. അധിക ഇടപെടലുകളൊന്നും ഇല്ലെങ്കിലും പരിപാടികളിൽ ചെല്ലുമ്പോൾ ഇടപെടാറുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ദുഃഖമുണ്ട്. പിന്നെ റസൽ പറഞ്ഞ പോലെ നമ്മൾക്ക് അഭിമാനകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ ഇടപെടാനും അവസാനം വരെ നിന്ന് ആ കുടുംബത്തെ ഒന്ന് സഹായിക്കാനും സാധിച്ചു എന്നുള്ള കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ ശിവദാസൻ സാർ ഈ രോഗവിവരത്തെ കുറിച്ച് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ സാറിന്റെ ഈ ഒരു പല പരിപാടികളും കാണാതായപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ആളെന്താണ് ഇങ്ങനെ പിൻവലിഞ്ഞു പോയത് എന്നുള്ളൊരു എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത്. ഇപ്പോഴാണത് ബോധ്യമായത്. ആള് ഇത്തരത്തിലൊരു അസുഖബാധിതനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ വിഷമമുണ്ട്.
നമ്മളുടെ നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് യുക്തിവാദ പഠന കേന്ദ്രത്തിന്റെ. എങ്കിലും ആള് മരണശേഷവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഭാര്യയും മകനെയും ബോധ്യപ്പെടുത്തിയതിന്റെ രീതിയിൽ തന്നെ അവരും ആ രീതിയിൽ തന്നെ പോകാൻ മുന്നോട്ട് തയ്യാറായി. അതിനോടൊപ്പം അതിന് സഹകരിച്ച് പോകാൻ പഠന കേന്ദ്രത്തിന് സാധിച്ചു. അതൊരു വലിയ അഭിമാനം ഉള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മളുടെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറുതായിട്ട് എനിക്ക് ഇന്ന രീതിയിലാണ് എന്നൊന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഒരു ശങ്ക, ഇദ്ദേഹം എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്, വരാത്തത് എന്നുള്ളൊരു ശങ്ക നമ്മളിൽ നിന്ന് അകന്നിക്കും. ആർക്കും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ വല്ലതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളോ അസുഖങ്ങളോ വരാൻ പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസരങ്ങൾ ഉണ്ടായാൽ ഒന്ന് സംഘടനയെ സൂചിപ്പിക്കുക, ഇതുകൊണ്ടാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ശരി സാർ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സതീശൻ. ഇനി മനോജ് പറയും. ഇദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല, പക്ഷെ ഞാൻ ഈ പലരുടെ അഭിപ്രായം കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ യുക്തിവാദികളെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം, യുക്തിവാദികൾക്ക് സംഘടന വേണമെന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിലാണ് സംഘടനയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ ജോർജ് അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളെല്ലാം അവിടെ എത്തിയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ. അവര് രണ്ടുപേരെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായി മതപരമായി തന്നെ കടന്നുപോയനെ. ഒരുപക്ഷെ അത് ഒഴിവാക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോടുള്ള ആദരവാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഈ കൂടെ ചെന്ന ഈ സുഹൃത്തുക്കളുടെ ഒരുപക്ഷെ ആ ഒരു സാന്നിധ്യമായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെയാണ് സംഘടനയുടെ പ്രാധാന്യം. നമ്മൾ സംഘടിച്ച് നിൽക്കണം എന്ന് വെച്ച് ഫിസിക്കലായിട്ട് നേരിടുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വളരെ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് നമ്മുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ഒരുമിപ്പുകൾ സഹായിക്കും. അതിന് കൂടിയ ജോർജും അതുപോലെയുള്ള എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ഇത്രയും നല്ല ഒരു മനുഷ്യനായിരുന്നല്ലോ, യുക്തിവാദികളായി മരിച്ചിട്ടുള്ളവരെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ്, ഇദ്ദേഹവും അങ്ങനെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവസാനം ഒറ്റ കുറ്റമേ യുക്തിവാദികളെ കുറിച്ച് പറയാനുള്ളത്, അയാളൊരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എനിക്കും ദുഃഖമുണ്ട്. ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു. താങ്ക് യു മനോജ്. സുനിൽ സംസാരിക്കൂ. ഓക്കെ, ഇത് ഈ ഒരു പരിപാടി വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. മരിച്ച PV ശ്രീദാസൻ സാറിനെ നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ ഇന്നിപ്പോ ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അത് ആ ഒരു ചടങ്ങിലൊക്കെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പങ്ക് നിർവഹിച്ച യുക്തിവാദി പഠന കേന്ദ്രത്തോടെയും അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും തന്നെയാണ് വേണ്ടത്. മാത്രമല്ല, ഇതിപ്പോ ഇത്തരം അവസരങ്ങളിൽ പല അവസരങ്ങളിലും ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് തന്നെ സമീപ ഭാവിയിൽ തന്നെ യുക്തിവാദി പഠന കേന്ദ്രത്തിന്റെ ഒരു ക്ലബ് ഹൗസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ യൂട്യൂബിലോ എങ്ങനെയാണെങ്കിലും, അതായത് ഇപ്പൊ ഒരു അഡ്വക്കേറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഗോപൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെയൊക്കെ വിരുദ്ധാഭിപ്രായവും അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഏത് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു പരിപാടി പ്രതീക്ഷ വെക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ട് വെക്കുകയാണ്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പൊ സാറ് സൂചിപ്പിച്ചതുപോലെ ആനക്കയത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരം അവസ്ഥകൾ ആവുന്നതും നമുക്ക് മറികടക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഒരു ഗൈഡ് ലൈൻ പോലെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ഈ ഒരു സംഘടനയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ധാരാളം സംഘടനകളുണ്ട്. പക്ഷെ ഇതുപോലെ വ്യക്തികൾ ഒറ്റപ്പെട്ടവരാണ്. ഈ സംഘടനകളും ഓരോ സംഘടനകൾക്കും ചുരുങ്ങിയ ഭാരവാഹികളും അല്ലെങ്കിൽ ഓരോ ചെറു ഗ്രൂപ്പുകളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഒരു ഐഡിയലായിട്ട് ഒരു കാര്യങ്ങൾ ഗ്രഹിക്കാനും അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം അവസ്ഥകളെ നേരിടാമെന്നുള്ളതിനെ കുറിച്ച് ഒരു മീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അത് എപ്പോഴും നമുക്ക് സൂക്ഷിക്കാവുന്ന രീതിയിൽ ഇപ്പൊ ഈ ക്ലബ് ഹൗസ് മീറ്റിംഗ് ആണെങ്കിലും അതിനുശേഷം അത് യൂട്യൂബിൽ വരുന്ന രീതിയിൽ
ആരാണെങ്കിലും പഠന കേന്ദ്രമോ അല്ലെങ്കിൽ യുക്തിചിന്ത ക്ലബോ ആരെങ്കിലും മുൻകൈ എടുത്ത് അത് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ താങ്ക് യു സുനിൽ. നല്ല നിർദ്ദേശമാണ്. അതൊന്ന് കോഡിഫൈ ചെയ്തിട്ട് 3-4 വശത്ത് നിന്ന് ഈ പ്രശ്നങ്ങളെ ഓരോരോ സാഹചര്യത്തിൽ നിയമപരമായി നേരിടേണ്ടി വരിക എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ അതാണ് സെയ്ദിന്റെ കാര്യത്തിലുണ്ടായത്. അദ്ദേഹം അത് എഴുതി വെക്കുന്നു, ഒരു മകൻ എതിർപ്പുണ്ടാക്കുന്നു തോന്നിട്ട് ആ മകനെ കൊണ്ട് പോലും സാക്ഷിയായിട്ട് എഴുതിച്ചിട്ട് അത് ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഇത് മാത്രമല്ല, ഇത് മരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, വിവാഹം എന്ന് പറയുന്ന വേറെ സംഗതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ തന്നെ ഉള്ള പല ആൾക്കാർ സമീപകാലത്ത് ഇപ്പോൾ റസൽ ആലോചിച്ച് ഒരു മിക്സഡ് മാരേജ് നടത്തിയ ആളാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ജോർജിന്റെ മകന്റെ വിവാഹം അടുത്ത കാലത്ത് നടക്കേണ്ട, ഇവരൊക്കെ, അല്ലെങ്കിൽ അൻവിന്റെ വിവാഹം, മനോജിന്റെ വിവാഹം, ഇവരൊക്കെ ബാക്കി പല എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ലെങ്കിലും എനിക്കറിയാം ഏതാണ്ട് എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ജീവിതത്തെ സമീപിക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അത് വിവാഹമാണെങ്കിലും മരണമാണെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതമാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും ഇങ്ങനെ ദൈനംദിനമായ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മട്ടിൽ ഇത്തരം സങ്കുചിത മതധാരണകൾക്ക് അപ്പുറത്ത് പോകുന്ന ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെങ്കിൽ നിയമസഹായം മാത്രം പോരാ, കൂട്ടായ്മകളുടെ സഹായം ആവശ്യമാണ്. എത്ര ചെറിയ കൂട്ടായ്മയും അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി വളരെ ശക്തമാണെങ്കിൽ അതിന് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ പല സംഘടനകൾ എന്നൊന്നും പറയുന്നതിൽ ഞാൻ ഒരു കുഴപ്പവും കാണുന്നില്ല. കാരണം സൗകര്യത്തിനനുസരിച്ച് ഓരോ നിരവധി രീതികളിൽ പല കൂട്ടായ്മകൾ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ എങ്ങനെയാണെങ്കിലും കൂടി നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. അത് സംഘടനകൾക്ക് അതീതമായിട്ടും അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകളുടെ അതിർവരമ്പുകൾക്ക് അതീതമായിട്ടും പരസ്പരം സഹകരിക്കുകയും നമ്മുടെ സഹായഹസ്തം അങ്ങോട്ട് കൊടുക്കുകയും സഹായഹസ്തം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ് വളർന്നു വരേണ്ടത്. അപ്പം ആ നിലയിൽ യുക്തിവാദ പഠന കേന്ദ്രം ചെയ്യുന്ന സേവനം വളരെ വളരെ വലുതാണ്, അപ്രീഷ്യബിൾ ആണ്. അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എത്ര അഭിനന്ദനം പറഞ്ഞാലും മതിയാവുകയില്ല എന്നുകൊണ്ട് ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും സുനിൽ പറഞ്ഞ രീതിയിൽ നമുക്കൊരു പരിപാടി എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാം. സാർ, ചെറിയൊരു കൂട്ടിച്ചേർക്കൽ ഞാൻ നടത്തിക്കോട്ടെ? തീർച്ചയായിട്ടും പറയും. ഈ ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച്, അതായത് യുക്തിവാദ പഠന കേന്ദ്രത്തിലെ മിക്കവരെയും സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രീതിയിലുള്ള ട്രഡീഷണലായ ആചാരപരമായോ മരണം മാത്രമല്ല ജീവിതത്തിൽ ഏതെങ്കിലും തുറകളിൽ ഞങ്ങൾ ആരെങ്കിലും ആ രീതിയിൽ പ്രവർത്തിച്ചാൽ പഠനകേന്ദ്ര പ്രവർത്തകർ യുക്തിവാദികളോ അല്ല, ഞങ്ങളെ കാണുന്ന, ഞങ്ങൾ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരുമായിരിക്കും അതിനെ എതിർക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഇങ്ങനെയാണ് എന്ന് ഞാൻ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തേക്കുന്നതാണ്. എൻ്റെ നാട്ടിലായാലും പരിചയക്കാരുടെയും സമൂഹത്തിനൊക്കെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വിരുദ്ധമായി അശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ പൊതുജനമായിരിക്കും അത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നിയമപരമായ പരിരക്ഷയില്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊക്കെ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് അതിനെ നിമജ്ഞനം ചെയ്യാനൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ സുഗമമായി കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ പാലിക്കാൻ വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥ. നമ്മുടെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കാനും ആ ആശയം ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും കൂടി ഇത്തരം വേദികളും ഇത്തരം ജീവിതവും ഉതകണം എന്നുകൂടി ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് പോകാൻ ധൈര്യം നൽകാത്ത മട്ടിലാകണം എന്ന് പറയുന്നത് വളരെ വലിയൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഒരു നമ്മൾ ഓർക്കേണ്ട പാഠങ്ങളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനി ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പ്ലീസ് ടു കം അപ്പ്. സാറേ, ഞാൻ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോഴേ ഈ മരണാനന്തര ചടങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം ഈ കേരള ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ യുക്തിവാദ പഠനകേന്ദ്രം കൂടി സഹകരിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓഫ്ലൈനിലാണ്. വലിയ നമ്മള് യുക്തിവാദികളല്ലാത്ത ഒരു പറ്റം ആളുകളുടെ യുക്തിവാദ ചിന്താഗതിയിൽ വീക്ഷണമുള്ള ഒരു പറ്റം ആളുകൾ, ഒരു കൂട്ടമാണ് ഈ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്നത്. കുറെ പുരോഗമനപരമായ ചിന്തകളുള്ള ആളുകളാണ്. അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ചിന്താഗതികളും ആശയങ്ങളും സമൂഹത്തിൽ വ്യാപിക്കാനായിട്ട് അവർ കൂടി ഒരു കാരണമാവും. പഠനകേന്ദ്രം നടത്തും എന്നുള്ള മാത്രമല്ല, യുക്തിവാദികൾക്കിടയിൽ തന്നെ ഉള്ള അഭിപ്രായങ്ങളായിട്ടാണ് വരിക അത് സ്വാഭാവികമായിട്ടും. അപ്പൊ അതൊരു നമുക്കൊരു പോസിറ്റീവായിട്ട്
നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ ഈ സമയത്ത് നിന്ന് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അത് അത്തരം ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ആശയങ്ങളുടെ പ്രതിരണനങ്ങൾ അല്ലെ, എക്കോസ് പല രീതികളിൽ നമ്മുടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും നമ്മളെല്ലാവരും മറ്റു നിരവധി മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. യുക്തിവാദ പ്രവർത്തനം എന്ന് മാത്രമല്ല അല്ലേ, ഒരാളെ നമ്മൾ സാഹിത്യത്തിലുണ്ടാവും ചില ആൾക്കാർ, ചിലരെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലുണ്ടാവും, ചില ആൾക്കാർ സിനിമ, ഇപ്പോൾ ശിവദാസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഫിലിം സൊസൈറ്റിയിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പം ആ മേഖലകളിലൊക്കെ ഈ ആശയത്തിന്റെ സ്വാധീനം കടന്നു ചെല്ലാൻ വഴിയൊരുക്കും. ഈ മീറ്റിങ്ങിൽ തന്നെ AC ജോർജ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ നിലയിൽ ആ വിഷയം ഒരു ജനശ്രദ്ധയെ ആകർഷിക്കുന്ന മട്ടിൽ ഒന്ന് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അത് റെക്കോർഡ് ചെയ്യുകയും അത് ഒന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും അത് കൊണ്ടുവരാനും കൂടെ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതും കൂടി ആയിരിക്കും. അതൊക്കെ നോക്കുക. ഇപ്പൊ AC ജോർജ് പറഞ്ഞ മീറ്റിംഗ് ഇടപ്പള്ളി ചങ്ങമ്പുഴ ഗ്രന്ഥശാലയിൽ വെച്ച് നടത്താനാണ് അവർ തീരുമാനം പറഞ്ഞത്. വരുന്ന വ്യാഴാഴ്ച 5 മണിക്കെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് അത് അവർ അനൗൺസ് ചെയ്തിട്ടില്ല, അയക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതില് ഇപ്പോ ഇതില് കൂടിയിരിക്കുന്ന നമ്മളിൽ വന്നെത്താൻ പറ്റാവുന്നവരെല്ലാവരും അതിൽ വന്നെത്തണമെന്നും കൂടി ഒരു അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ഞാനൊരു വാക്ക് പറഞ്ഞോ. പറയും. നമ്മുടെ ഞങ്ങളെപ്പോലുള്ള തലമുറകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടമറക്, സനല് എന്നിവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും അങ്ങനെയുള്ളൊരു ഇടപഴകി ജീവിക്കാനുമുള്ളൊരു അവസരം ഉണ്ടായത് കൊണ്ട് എന്തിനെ നേരിടാനുള്ളൊരു ചങ്കൂറ്റം ഇന്നുണ്ട്, ഒറ്റയ്ക്കാണെങ്കിൽ പോലും. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഞങ്ങൾ യുക്തിവാദിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പലർക്കും മാനവിക മുഖമില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒരു ദേഷ്യഭാവം, അത് അവരുടെ ജീവിതശൈലിയായിട്ട് മാറിയിരിക്കുകയാണ്. പരസ്പരം കലഹിക്കുക. എന്താണ് യുക്തിവാദം എന്നുള്ളത് ഇനിയും മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് പുതിയ തലം എന്താണ് അവരെ മനസ്സിലാക്കാനായിട്ട്, ശാസ്ത്രീയ വശം എന്താണ്, മാനവികം എന്താണ് ഒരു മാർഗം. കാരണം ഇത്രയും നമ്മുടെ കൺമുന്നിൽ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ കഴിഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഇവിടെ ബുദ്ധിജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെ എന്താണ് ഒരു പരിഹാരം? വളരെ ലളിതമാണ്. ഓരോ വ്യക്തിയും പാകപ്പെട്ടു വരിക എന്നുള്ളതാണ്. ഒട്ടനവധി ആൾക്കാർ ശക്തരായിട്ട് എല്ലാ ദേശത്തും ഉണ്ടായി വരണം. ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത്. ഓരോ സ്ഥലത്തും പ്രാദേശികമായി പല പ്രശ്നങ്ങൾ ഉയർന്നു വരും. അപ്പം അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതാത് സ്ഥലത്ത് നമുക്ക് ഈ വളരെ ശക്തമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാനും അതിനുവേണ്ടി ശക്തമായിട്ട് നിൽക്കാനും അതിനുവേണ്ടി വാദമുഖം ഉന്നയിക്കാനും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു 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 എഫക്റ്റീവ് ലീഡർഷിപ്പ് നമുക്ക് എല്ലാ സ്ഥലത്തും വളർന്നു വരേണ്ടതുണ്ട്. ഇപ്പം എറണാകുളത്ത് അത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് വിജയകരമായത്. ഇതെല്ലാ സ്ഥലത്തും നമുക്ക് ഉണ്ടാവണം. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ തവണ നമ്മളൊരു മീറ്റിംഗിൽ തന്നെ ചർച്ച ചെയ്ത വേറെ സംഗതിയുണ്ട്. ഒരു കോർഡിനേറ്റിംഗ് സെന്റർ, അത് സംഘടനകളുടെ ഈ അതിർവരമ്പുകൾക്ക് അപ്പുറത്തായിട്ട് ഈ ആശയത്തോട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ നിലയിൽ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമുക്ക് പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിൽ, പറ്റുമെങ്കിൽ എല്ലാ ജില്ലയിലും ഉണ്ടാക്കാൻ പറ്റുക, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ഗ്രൂപ്പിന് അത് ചർച്ച ചെയ്യാനും, ഇപ്പോൾ ഈ എറണാകുളത്തുണ്ടായതുപോലെ ഇത് കളക്റ്റീവായിട്ട് ഒരു 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ ഭയപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് വലിയ ശക്തി കിട്ടും. അതാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. അപ്പം അവർക്ക് ശക്തി കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പേരുണ്ടാവണം അവിടെ. അത് പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് വേണം. അപ്പം ആ നിലയിൽ നമുക്ക് എല്ലാ ജില്ലയിലും ഒക്കെ ഉണ്ടായി വരികയും ഓരോ സ്ഥലത്തും കഴിവുള്ള മിടുക്കരായ ആൾക്കാർ വളർന്നു വരികയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇത് പോസ്റ്ററിറ്റിയിലേക്ക്, നാളെയിലേക്ക്, ഭാവിയിലേക്ക് ഈ പ്രസ്ഥാനത്തിന് ശക്തിയോടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് പ്രാദേശികമായി ശക്തരായ ആൾക്കാർ വളർന്നു വരണം. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇനി ഊന്നേണ്ടത്. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഈ പുതുതലമുറയിലെ യുക്തിവാദികൾ എന്ന് പറയാൻ പറ്റില്ല, അവർ മറ്റു പല പേരുകളിലാണ് അവർ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ചിന്തകരെന്നോ അല്ലെങ്കിൽ യുക്തിവാദം എന്നൊരു വാക്കോ യുക്തിവാദി എന്നുള്ളൊരു വാക്കോ എന്തോ തീവ്രവാദി എന്ന് കേൾക്കുന്ന ഒരു മനോഭാവത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഇതേപോലെ ജീവിതത്തിലെ യുക്തി ചിന്ത പുലർത്തി ജീവിക്കുന്നവരുടെ ജീവിതത്തിനോട് പലപ്പോഴും ഒരു പുച്ഛ മനോഭാവം അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ കുറേ കൂടി വിസിബിൾ ആക്കുക എന്നുള്ളതാണ്
എൻ്റെ ഒരു അഭിപ്രായം. കാരണം എളുപ്പമുള്ളൊരു കാര്യമല്ല നമ്മളാരും ഈ ചെയ്യുന്നത്. ജീവിതത്തിൽ അത് പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. നമുക്കത് സംസാരിക്കാനും പറയാനും ഒക്കെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ അത് പുലർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം. അത് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയത്. അതല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയാണ് ഏറ്റവും സുഗമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എളുപ്പമുള്ള ജീവിതം. പക്ഷേ ഇപ്പോൾ എൻ്റെ തന്നെ പല സുഹൃത്തുക്കളോടും, അത് പുതിയ തലമുറക്കാരാണെങ്കിലും പഴയ തലമുറക്കാരാണെങ്കിലും, അവരോടൊക്കെ നമ്മൾ ഇപ്പോൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കളും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പല സുഹൃത്തുക്കളും മറ്റ് ജാതികളിൽ നിന്നോ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വിവാഹം കഴിച്ചവരാണ്. പക്ഷേ അവരോട് അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ ജാതിയിലേക്കോ അച്ഛൻ്റെ മതത്തിലേക്കൊക്കെ ചേർത്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരോട് നമ്മൾ മതമില്ലാതെ ജീവിക്കാൻ പറ്റും എന്നൊരു ഓപ്ഷൻ അവരുടെ മുന്നിലേക്ക് പറയുമ്പോൾ അവരത് ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിയുന്ന, നമ്മളോട് വരെ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞാൽ പോലും എന്നാലും എന്താണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസങ്ങളുടെയോ ആചാരങ്ങളുടെയോ ദൈവത്തിൻ്റെയോ ഒന്നും കെട്ടുപാടുകളില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് സമൂഹത്തിനിടയിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാനായിട്ട് കഴിയാതെ വരുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ശിവദാസൻ സാർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പല സ്വതന്ത്ര ചിന്തകരുടെ പോലെ ആ ഒരു രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരാളല്ല. പക്ഷേ ജീവിതത്തിൽ ഇവരാരും കാണിക്കാത്ത ഈ ഒരു ആദർശപരമായിട്ടുള്ള ജീവിതം നയിച്ച് നമ്മളോട് വിട പറഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ അത്തരം ചെറിയ ജീവിതങ്ങളാണെങ്കിലും നമ്മൾ അവരുടെ ഈ ഒരു ആദർശ ധീരത പരമാവധി എത്രത്തോളം വിസിബിളായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ പറ്റും, പ്രദർശിപ്പിക്കാൻ പറ്റും, അത് നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മളാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യുക്തിവാദ ഗ്രൂപ്പുകളായിട്ട് മാത്രം ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളല്ല ശിവദാസൻ സാറ്. ഇപ്പോൾ ഫിലിം സൊസൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇടപെടലുകളും, അപ്പോൾ അങ്ങനെ ഒത്തിരി സുഹൃത്ത് വലയങ്ങളുള്ള ആളാണ്. അപ്പോൾ വരാനിരിക്കുന്ന അനുസ്മരണ പരിപാടിയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആദർശപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അവിടെ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആരുടെ ജീവിതത്തിനകത്താണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അവർ തെളിക്കുന്ന വെളിച്ചങ്ങൾക്ക് കുറച്ചുകൂടി പ്രകാശം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനകത്ത് അൻവിൻ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ചെറിയ ജീവിതവും അത് ജീവിച്ച് കാണിക്കുന്ന രീതി കൊണ്ട് അതിൻ്റെ ചുറ്റും ഒരു വലിയ വെളിച്ചം പ്രസരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇനി അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ, ഇപ്പോൾ ശിവദാസൻ സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണമെന്നോ എല്ലാവരും വലിയ പ്രചാരം നേടണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടം പോലും ആയിരിക്കണമെന്നില്ല. അവനവൻ്റെ ജീവിതം അവനവന് സന്തോഷകരവും സുഖകരവുമായി അവനവൻ ശരിയെന്ന് തോന്നുന്ന ആശയങ്ങൾക്കനുസൃതമായി ജീവിക്കുക, മറ്റുള്ളവർ കൂടി പരമാവധി അത് പ്രയോജനപ്പെടാവുന്ന മറ്റ് ജീവിക്കുക എന്നത് തന്നെ ഒരു വലിയ സമ്പൂർണമായ ജീവിതം തന്നെയാണത്. അപ്പോൾ ഇനി പൊതുമേഖലയിൽ നമ്മൾ പറയുന്ന ആശയങ്ങളോട് വളരെ അടുത്ത ആശയം പറയുന്ന ആൾക്കാർക്ക് പലപ്പോഴും കയ്യടി കിട്ടുകയും അതിന് അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ അവരങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് നടപ്പിലാക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ അത് അങ്ങനെ സാധിക്കാതെ പോകുന്നതിൻ്റെ പരിമിതികൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കാതെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അഭിനന്ദനത്തോടു കൂടി അവർ കാണുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് മാത്രമല്ല പണ്ടും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യുക്തിവാദ പ്രസ്ഥാനത്തിന് തുടക്കം മുതൽ തന്നെ ഈ യുക്തിവാദ ആശയം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ചില പ്രമുഖരായ ആൾക്കാർക്കൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഞാൻ 2-3 ചെറിയ ഉദാഹരണം. രാമവർമ്മ തമ്പാൻ നമ്മുടെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. അദ്ദേഹം പൂണൂലിട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? അദ്ദേഹത്തിന് അന്ന് ഈ പൂണൂലിട്ട് നമ്പൂരിമാർക്കും ഒക്കെ അന്ന് ഊട്ടുപുരകളിൽ സമൃദ്ധമായ സദ്യ ഫ്രീ ആയിട്ട് കിട്ടും. ഈ പൂണൂലില്ലെങ്കിൽ അത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഇട്ടിരുന്നതെന്നൊരു ജസ്റ്റിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതൊരു
എന്താ പറയുന്ന ഒരു കറക്റ്റായിട്ടൊരു സംഗതിയല്ല. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് അല്ലേ. MC ജോസഫ് എത്രയോ വലിയ സേവനം നടത്തിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. ദീർഘമായ കാലം യുക്തിവാദ മാസിക നടത്തിയ അദ്ദേഹം അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഈ ഒരു പ്രശ്നത്തെ ഗൗരവമായി കാണാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം മക്കളെ മാമോദീസ മുക്കി അവരുടെയൊക്കെ വിവാഹം ആലോചിച്ച് പള്ളിയിൽ വെച്ച് നടത്തി. പക്ഷേ ഇവഞ്ച്വലി ഒരു പുതിയ തലമുറ ഈ മാറ്റം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ചുറ്റും ഉള്ള പല ആൾക്കാരും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളൊക്കെ തന്നെ ഈ ആശയങ്ങൾ സ്വീകരിച്ചു വന്നുകൊണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലത്ത് MC ജോസഫ് നിലപാട് മാറ്റി അദ്ദേഹത്തിന്റെ ഈ ഒരു വിൽപത്രത്തിനകത്ത് പള്ളിയിൽ അടക്കണമെന്ന് പ്രത്യേകം എഴുതി വെച്ചിരുന്നെന്ന് മാറ്റി എഴുതി അദ്ദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു ഇല്ലേ. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത്, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, ഈ നമ്മൾ പറയുന്ന ആശയങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഇത് കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഉദ്ഘോഷിക്കുന്നത് ഒരു ജോലിയാണ്, ജീവിതത്തിൽ നടപ്പിലാക്കുക അതിനേക്കാൾ വലിയ ജോലിയാണ്. ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഓരോരുത്തരും ചെയ്യുന്ന സേവനം എത്ര വലിയ പ്രചാരണത്തെക്കാളും വലിയൊരു സേവനം തന്നെയാണ്. അത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹം കാണുകയാണ്. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ, അവരുടെ വിവാഹത്തിന്, അല്ലെങ്കിൽ നമ്മൾ മതത്തിൽ നിന്ന് വേർപെട്ട് നമ്മൾ ഒരു സെക്കുലർ ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുമ്പോൾ, ഒരാളല്ല ഒരു സമൂഹം മൊത്തം ഇത് കാണുകയാണ്, ഒരു മാതൃകയായി മാറുകയാണ്. അവരുടെ പുതിയ തലമുറകൾ ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കയറും. അപ്പം അതാണ് ഏറ്റവും വലിയ, ഒരുപക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നൽകാവുന്ന സന്ദേശത്തെക്കാൾ വലിയൊരു സന്ദേശം എത്ര വലിയ പ്രബോധനങ്ങൾ കൊണ്ടും പ്രഘോഷണങ്ങൾ കൊണ്ടും നടക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ശക്തമായ, വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സംഗതി തന്നെയാണ്. അതിനാരെങ്കിലും നമ്മളെ പരിഹസിച്ചാൽ നമ്മൾ ആ പരിഹാസം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതില്ല. നമ്മളത് അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ചെയ്യുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, സമൂഹത്തെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ആ നിലയിൽ തന്നെ അത് കാണണം. അപ്പോൾ നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. വരാനിരിക്കുന്ന മീറ്റിംഗ്, അത് AC ജോർജ് പറഞ്ഞ മീറ്റിംഗും വളരെ വിജയകരമായി നടക്കട്ടെ. ശിവദാസന്റെ സേവനങ്ങൾ നമുക്ക് സ്മരിക്കാവുന്ന മട്ടിൽ നമുക്കത് രേഖപ്പെടുത്തണം. അത് അദ്ദേഹത്തെക്കുറിച്ച് കുറെ കൂടി ഒരു എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യുക. അത് സോഷ്യൽ മീഡിയയിൽ അത് കാലത്തേക്കും കിടക്കാവുന്ന മട്ടിൽ ഒരെണ്ണം തയ്യാറാക്കി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അതിനു വേണ്ടിയുള്ള വിവരങ്ങൾ നൽകാനും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കാനും അദ്ദേഹത്തിന്റെ മകനോട് നമുക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അത് ക്ഷണികമാണ്, തീർന്നു പോകും. ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് ശിവദാസൻ ചെയ്തത്. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു വെരി മച്ച്.